കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വടിവാൾ പ്രകടനവും അക്രമവും 60ഓളം CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ് ഇന്നലെ വൈകിട്ട് പാറാട് നടന്ന ആക്രമണത്തിലാണ് നടപടി. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിലെ LDF തോൽവിക്ക് പിന്നാലെയായിരുന്നു ആക്രമണം. സംഘർഷത്തിൽ UDF പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. മിഥുൻ പിള്ള ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, വലിയ രീതിയിലുള്ള അക്രമമാണ് കണ്ണൂരിൽ CPM അഴിച്ചുവിട്ടത്. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് തോൽവി വന്നപ്പോൾ ആ അസഹിഷ്ണുത മുഴുവൻ വോട്ടർമാർക്കിടയിലേക്ക് തീർക്കുന്ന ഒരു പ്രകടനം, വടിവാൾ കൊണ്ടുവന്ന് പല വീടുകളിലും ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ 60ഓളം CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? തീർച്ചയായും രോഹിണി, കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് വലിയ അക്രമങ്ങൾ CPM നടത്തിയത്. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഈ അക്രമം മുഴുവൻ അഴിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായത്. വടിവാൾ കൊണ്ട് വലിയ ഭീകരാന്തരീക്ഷം CPM സ്വീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് നമ്മൾ ഇന്നലെ ദൃശ്യങ്ങളിലൊക്കെ തന്നെ കണ്ടതുമാണ്. ഈ സംഭവത്തിൽ ഇപ്പോൾ ഏതാണ്ട് 60ഓളം CPM പോലീസ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല, അവിടെ CPM തിരിച്ച് അക്രമങ്ങൾ ഉണ്ടാക്കിയ UDF പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് പിന്നാലെ വലിയ ഭീതി ഉയർത്തിക്കൊണ്ട് വലിയ അക്രമം CPM അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് പുലർച്ചെയും ഒക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് രോഹിണി.